ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. സമുദ്രമേഖലയെ വലിയ അവസരമായാണ് ഇന്ത്യ കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ ഭാവ്നഗറിൽ 34,200 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 2 ദിവസത്തെ മൊറോക്കോ സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലക്ഷദ്വീപിലെ മത്സ്യബന്ധന മേഖലയുടെ വികസനം സംബന്ധിച്ച് കൊച്ചിയിൽ അവലോകന യോഗം ചേരും. കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് അധ്യക്ഷത വഹിക്കും. വേർതിരിവുകൾക്കതീതമായ ആരാധനാലയമായ ശബരിമലയെ ശക്തിപ്പെടുത്തുമെന്ന് ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് സെമി ഫൈനലിൽ ഇന്ത്യൻ സഖ്യം ഇന്നിറങ്ങും. H-1B വിസ പ്രോഗ്രാമിലേക്കുള്ള അപേക്ഷാ ഫീസ് $1,00,000 ഉയർത്തി അമേരിക്ക. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ബീഹാറിൽ. ഗയയിലെത്തിയ രാഷ്ട്രപതിയെ ബീഹാർ ഗവർണർ, മന്ത്രിമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. വിഷ്ണുപാദ ക്ഷേത്രത്തിൽ ശ്രീമതി മുർമു ദർശനം നടത്തും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ഭാവ്നഗറിൽ 34,200 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ 66,000 കോടി രൂപയുടെ 21 ധാരണാപത്രങ്ങളും പ്രധാനമന്ത്രി വെർച്വലായി സമർപ്പിച്ചു. 21ാം നൂറ്റാണ്ടിൽ സമുദ്രമേഖലയെ വലിയ അവസരമായാണ് ഇന്ത്യ കാണുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 21वीं सदी का भारत आज समुद्र को बहुत बड़े अवसर के रूप में देख रहा है. पोर्ट लेड डेवलपमेंट को गति देने के लिए हजारों करोड़ रुपए के प्रोजेक्ट का शिलान्यास और उद्घाटन किया गया है. देश में क्रूज टूरिज्म को प्रमोट करने के लिए आज मुंबई में इंटरनेशनल क्रूज टर्मिनल का भी लोकार्पण किया गया है. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 2 ദിവസത്തെ മൊറോക്കോ സന്ദർശനം തിങ്കളാഴ്ച ആരംഭിക്കും. മൊറോക്കോയിൽ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസിന്റെ പുതിയ നിർമ്മാണ യൂണിറ്റ് ശ്രീ രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യും. ആഫ്രിക്കയിൽ സ്ഥാപിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രതിരോധ നിർമ്മാണ പ്ലാന്റാണ് ഇത്. പ്രതിരോധ രംഗത്തെ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള വിവിധ ധാരണാപത്രങ്ങളും ഒപ്പുവയ്ക്കും. രാജ്യത്ത് പുതുക്കിയ ചരക്കു സേവന നികുതി നിരക്കുകൾ തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ. പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഗാർഹിക ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ GST കേന്ദ്രം വെട്ടിക്കുറച്ചു. എയർ കണ്ടീഷണറുകൾ, ഡിഷ് വാഷറുകൾ, ടെലിവിഷൻ തുടങ്ങിയവയുടെ നികുതി നിരക്ക് 28% നിന്ന് 18% കുറച്ചത്. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 11 വർഷത്തിനിടെ നടപ്പാക്കിയ പ്രവർത്തനങ്ങളിൽ ഇൻഷുറൻസ് പരിരക്ഷയെക്കുറിച്ചാണ് പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി രാജ്യത്ത് 2015 മേയിൽ PM ജീവൻ ജ്യോതി ബീമാ യോജനയും PM സുരക്ഷാ ബീമാ യോജനയും ഉൾപ്പെടുന്ന ജൻ സുരക്ഷാ പദ്ധതികൾ ആരംഭിച്ചു. അപകടത്തെ തുടർന്ന് വ്യക്തി മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്താൽ 2 ലക്ഷം രൂപ വരെ പരിരക്ഷ നൽകുന്ന വിധത്തിലാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയിലൂടെ ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കുന്നു. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ സുരക്ഷിതരാക്കാൻ പദ്ധതികൾ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. हम चाहते हैं कि देश के सामान्य व्यक्ति के जीवन में, क्योंकि संकट अमीरों को नहीं आता है, ये संकट गरीब को आता है. आमतौर पे आपको मालूम है, आप इंश्योरेंस निकालने जाएं तो पता नहीं कितने डॉक्टर आपको चेक करते हैं, कितना मेडिकल चेकअप होता है और वो तय करता है इसको दें या न दें, पता नहीं ये लुढ़क जाएगा. तो ये स्कीम ऐसी है, आपको सिर्फ फॉर्म भरना है. अगर आप बीमार भी होंगे तो भी इसको बीमा मिल सकता है. ഇന്ത്യൻ തീരദേശ സേനയുടെ നേതൃത്വത്തിൽ പുതുച്ചേരിയിൽ അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം ആചരിച്ചു. ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 500-ൽ പരം NSS NCC വിദ്യാർത്ഥികളും സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്തു. ലക്ഷദ്വീപിലെ മത്സ്യബന്ധന മേഖലയുടെ വികസനം സംബന്ധിച്ച അവലോകന യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും. കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയവർ പങ്കെടുക്കും. ട്യൂണ മത്സ്യബന്ധനം, കടൽപ്പായൽ, അലങ്കാര മത്സ്യങ്ങൾ എന്നീ മേഖലകളിലാണ് യോഗം ശ്രദ്ധ കേന്ദ്രീകരിക്കുക.
അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ജാഗ്രത തുടർന്ന് കേരളം. രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ മരിച്ചയാളുടെ രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തത ലഭിച്ചിട്ടില്ലെന്ന് അധികൃതർ പറഞ്ഞു. നിലവിൽ 9 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ശബരിമലയെയും സമീപ പ്രദേശങ്ങളെയും ചേർത്തുള്ള തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് വികസിപ്പിക്കാൻ ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പമ്പാ തീരത്ത് ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വേർതിരിവുകൾക്ക് അതീതമായ ആരാധനാലയമായ ശബരിമലയെ ശക്തിപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരി റെയിൽ പദ്ധതിയുടെ 50% ചെലവ് സംസ്ഥാന സർക്കാർ വഹിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യൻ രൂപയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുകയാണ് ലക്ഷ്യമെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. മുംബൈയിൽ ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശ വിനിമയം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ചെറുകിട നിക്ഷേപകരെ ശക്തിപ്പെടുത്തുന്നതിന് CCIL പ്രവർത്തിക്കണമെന്നും RBI ഗവർണർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ചലോ ജീത്തെ ഹേ ഹ്രസ്വചിത്രം ദേശവ്യാപകമായി ലക്ഷക്കണക്കിന് സ്കൂളുകളിലും 500ഓളം തിയേറ്ററുകളിലും പ്രദർശിപ്പിച്ചു. 2018ലാണ് ചിത്രം റിലീസ് ചെയ്തത്. സ്വാമി വിവേകാനന്ദന്റെ തത്വചിന്തയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ചിത്രത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ. ചൈനീസ് താരങ്ങളെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ സഖ്യത്തിന്റെ സെമി പ്രവേശം. ഇന്ന് നടക്കുന്ന സെമിയിൽ ഇന്ത്യൻ ജോഡികൾ മലേഷ്യൻ സഖ്യത്തെ നേരിടും. ഏഷ്യാകപ്പ് പുരുഷ T20 ക്രിക്കറ്റിൽ സൂപ്പർ 4 മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയും ബംഗ്ലാദേശും ഏറ്റുമുട്ടും. രാത്രി 8-ന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യ നാളെ പാകിസ്ഥാനെ നേരിടും. ടെക് വ്യവസായത്തിൽ വിദേശ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കുന്നതിനായി H1B വിസ പ്രോഗ്രാമിലേക്കുള്ള അപേക്ഷകർക്ക് വർഷത്തിൽ $1 ലക്ഷം ഫീസ് ഈടാക്കുന്ന പ്രഖ്യാപനത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു. യുഎസിലേക്കെത്തുന്ന തൊഴിലാളികൾ ഉയർന്ന വൈദഗ്ധ്യമുള്ളവരാണെന്ന് ഉറപ്പാക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. The country would rather not have to pay $100,000. So there's an incentive to hire American. But there may be instances where it's better off doing through expertise or whatever it may be. But they're both unbelievable, whether it's a gold card or everyone's going to be happy. And we're going to be able to keep people in our country that are going to be very productive people. And in many cases, these companies are going to pay a lot of money for that. And they're very happy about it. വിലയേറിയ ഗോൾഡ് കാർഡുകൾ വഴി യുഎസിൽ സ്ഥിരതാമസം വാഗ്ദാനം ചെയ്യുന്ന പ്രീമിയം ഇമിഗ്രേഷൻ പ്രോഗ്രാമും ട്രംപ് ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം ചർച്ച ചെയ്യാനുള്ള UN പൊതുസഭാ സമ്മേളനത്തിന് മുന്നോടിയായി പോർച്ചുഗൽ പലസ്തീനെ രാജ്യമായി അംഗീകരിക്കാൻ തീരുമാനിച്ചു. ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകുമെന്ന് പോർച്ചുഗീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഓസ്ട്രേലിയ, കാനഡ, ഫ്രാൻസ്, UK എന്നീ രാജ്യങ്ങളും പലസ്തീനെ രാജ്യമായി അംഗീകരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ജമ്മുകശ്മീരിലെ ഉധംപൂർ ജില്ലയിൽ ഇന്ന് രാവിലെ തീവ്രവാദികളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് പരിക്കേറ്റു. സിയോജ് ധാർ പ്രദേശത്ത് തീവ്രവാദികളെ കണ്ടതായി വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ നടത്തവെയാണ് ഏറ്റുമുട്ടൽ. പ്രദേശത്ത് നിന്ന് ആയുധങ്ങൾ ഉൾപ്പെടെ കണ്ടെടുത്തു. മണിപ്പൂരിലെ ബിഷ്ണുപൂർ ജില്ലയിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ അസം റൈഫിൾസിലെ 2 ജവാന്മാർക്ക് വീരമൃത്യു. 5 ജവാന്മാർക്ക് പരിക്കേറ്റു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾക്ക് തിരിച്ചടിയായി ഭീകര ക്യാമ്പ് നശിപ്പിക്കപ്പെട്ടതായി സമ്മതിച്ച് ലഷ്കർ-ഇ-തോയ്ബ പ്രവർത്തകർ. മുരിദ്കയിലെ മർക്കസ് തൈബയിലുള്ള ഭീകര സംഘടനാ ആസ്ഥാനം ഇന്ത്യൻ സായുധസേന തകർത്തതായ വീഡിയോ സമൂഹമാധ്യമത്തിൽ പ്രചരിച്ചിരുന്നു. മെയ് 7-ലെ ഓപ്പറേഷനിൽ നശിപ്പിക്കപ്പെട്ട ക്യാമ്പ് പുനർനിർമ്മിക്കുകയാണെന്നാണ് ലഷ്കർ-ഇ-തോയ്ബ കമാൻഡർ വിവരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സമുദ്രമേഖലയെ വലിയ അവസരമായാണ് ഇന്ത്യ കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ ഭാവ്നഗറിൽ 34,200 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 2 ദിവസത്തെ മൊറോക്കോ സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലക്ഷദ്വീപിലെ മത്സ്യബന്ധന മേഖലയുടെ വികസനം സംബന്ധിച്ച് കൊച്ചിയിൽ അവലോകന യോഗം ചേരും. കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് അധ്യക്ഷത വഹിക്കും. വേർതിരിവുകൾക്ക് അതീതമായ ആരാധനാലയമായ ശബരിമലയെ ശക്തിപ്പെടുത്തുമെന്ന് ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് സെമിഫൈനലിൽ ഇന്ത്യൻ സഖ്യം ഇന്നിറങ്ങും. H1B വിസ പ്രോഗ്രാമിലേക്കുള്ള അപേക്ഷാ ഫീസ് $1 ലക്ഷം ഉയർത്തി അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.